ഹായ് ഓൾ, ഞാനിന്ന് കുനാഫ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തിന്നായിട്ടുള്ള സേമിയ നന്നായിട്ട് പൊടിച്ചിട്ട് അതിലോട്ട് പൊടിച്ച് പഞ്ചസാര ചേർക്കുക. നമ്മുടെ കയ്യിലുള്ള നട്ട്സ്, എൻ്റെ അടുത്ത് കാഷ്യൂനട്ട് ഉള്ളത്, അത് പൊടിച്ചിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതാ ഒരു ബട്ടറിൻ്റെ പീസും ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലോണം കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ, അത് അല്ലെങ്കിൽ അടി പിടിക്കും. ഇതാ എന്നിട്ടൊരു ഗ്ലാസ്സിൽ 2 സ്പൂണ് കോൺഫ്ലവറും 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡറില്ലേ, വനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റാർഡ് പൗഡറും കൂടെ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട ഉണ്ടാവാനേ പാടില്ല കേട്ടോ, കട്ടല്ലാണ്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് 500 പാല്, 1 ലിറ്റർ പാലെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് മിക്സ് ഒഴിച്ചിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുക. ഇതിലോട്ട് മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം മധുരത്തിനനുസരിച്ച് കുറച്ച് മധുരം ഉണ്ടായിക്കോട്ടെ, പുഡിംഗ് അല്ലേ, അപ്പോൾ നല്ലോണം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇത് ഒരു ലെയറിന് വേണ്ടിയിട്ടോ. അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം എടുക്കുക. ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തത്. അതിലോട്ട് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടത് അടിച്ചെടുക്കുക കേട്ടോ. അത് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ പുഡിങ് സെറ്റാക്കുകയാണ്. ആ റോസ്റ്റ് ചെയ്ത സേമിയ ഇതാ അടിയിൽ ഇങ്ങനെ നന്നായിട്ട് പരത്തി വെക്കുക. അത് അമർത്തി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഒഴിക്കണത് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇല്ലേ, അതാണ്. ഇത് തണുത്തിട്ടാട്ടോ നമ്മൾ എടുക്കണ്ടേ. ഇതാ അതിങ്ങനെ നല്ലപോലെ സെറ്റാക്കി ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ സേമിയ ഇടുക. നമ്മുടെ തിന്നായിട്ടുള്ള സേമിയ തന്നെ എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ആ കുനാഫിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടൂല. ഇതാ അത് നന്നായിട്ട് ഇടുക. അതിന് ശേഷം നമ്മുടെ ക്രീം, ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുക. വീണ്ടും സേമിയ ഇടുക. കുറച്ച് കട്ടിയിൽ തന്നെ ഇടണം കേട്ടോ, അപ്പോഴേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണമല്ലേ. വീണ്ടും നമ്മൾ എന്താ ഇതുപോലെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അത് വീണ്ടും ആഡ് ചെയ്യാം. നല്ല കട്ടിയിൽ തന്നെ നമ്മൾ ഫില്ലാക്കിയിട്ട് വയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ മുകളിൽ നമ്മൾ സേമിയ ഉണ്ടല്ലോ, അത് കുറച്ച് എടുത്ത് വെക്കണേ. അത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുക. നട്ട്സ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും ട്രൈ ചെയ്യുക.